അപ്പം കേരളത്തിലെ ജില്ലകളിൽ ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള ജില്ലയാണ് നമ്മുടെ കണ്ണൂർ എന്ന് പറയുന്നത്. നമ്മുടെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള ജില്ലയാണ് കണ്ണൂർ എന്ന് പറയുന്നത്. പട്ടികജാതി നിരക്ക് ഏറ്റവും കുറവുള്ള ജില്ല അതും കണ്ണൂരാണ്. പട്ടികജാതി നിരക്ക് ഏറ്റവും കുറവുള്ള ജില്ല കണ്ണൂരാണ്. അതുപോലെ തന്നെ ഭൂരഹിതരില്ലാത്ത ഇന്ത്യയിലെ ആദ്യത്തെ ജില്ലയാണ് നമ്മുടെ കണ്ണൂര്. ഭൂരഹിതരില്ലാത്ത ഇന്ത്യയിലെ ആദ്യത്തെ ജില്ലയാണ് കണ്ണൂര്. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ ജില്ലയാണ് കണ്ണൂര്. അപ്പം ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ ജില്ലയാണ് കണ്ണൂര്. അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കശുവണ്ടി ഉൽപ്പാദിപ്പിക്കുന്ന ജില്ലയാണ് കണ്ണൂര്. അപ്പൊ എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞത്? കേരളത്തിലെ ജില്ലകളിൽ തന്നെ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ജില്ല, പട്ടികജാതി നിരക്ക് ഏറ്റവും കുറവുള്ള ജില്ല, ഭൂരഹിതരില്ലാത്ത ഇന്ത്യയിലെ ആദ്യത്തെ ജില്ല, അതുപോലെ തന്നെ ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ ജില്ല, അതോടൊപ്പം തന്നെ നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കശുവണ്ടി ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല, അതുപോലെ തന്നെ കേരളത്തിൽ ഏറ്റവും കണ്ടൽക്കാടുകൾ ഉള്ള ജില്ല ഏതാണ്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകൾ ഉള്ള ജില്ല ഏതാണ്? അതും കണ്ണൂരാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകൾ ഉള്ള ജില്ലയും കണ്ണൂരാണ്. ബീഡി വ്യവസായത്തിന് പ്രസിദ്ധമായ ജില്ലയാണ് കണ്ണൂര്. ബീഡി വ്യവസായത്തിന് പ്രസിദ്ധമായ ജില്ലയാണ് കണ്ണൂര്. കേരളത്തിലെ 6ാമത്തെ കോർപ്പറേഷനാണ് കണ്ണൂര്. അപ്പൊ കേരളത്തിലെ 6ാമത്തെ കോർപ്പറേഷനാണ് നമ്മുടെ കണ്ണൂര്. എന്നാണ് നമ്മുടെ കണ്ണൂർ കോർപ്പറേഷൻ നിലവിൽ വന്നത്? കണ്ണൂർ കോർപ്പറേഷൻ നിലവിൽ വന്നത് എന്നാണ്? കണ്ണൂർ കോർപ്പറേഷൻ നിലവിൽ വന്നത് 2015-ലാണ്. 2015-ലാണ് കണ്ണൂർ കോർപ്പറേഷൻ നിലവിൽ വന്നത്. അതുപോലെ തന്നെ കേരളത്തിൽ ഏറ്റവും വടക്കേറ്റത്തുള്ള കോർപ്പറേഷൻ ഏതാണെന്ന് ചോദിച്ചാൽ അതും കണ്ണൂരാണ്. അപ്പൊ ഏറ്റവും വടക്കേറ്റത്തുള്ള കോർപ്പറേഷൻ ഏതാണ്? അത് കണ്ണൂരാണ്. അതുപോലെ തന്നെ ഇന്ത്യയിലെ ആദ്യത്തെ ഭിന്നശേഷി സൗഹൃദ ജില്ലയാണ് നമ്മുടെ കണ്ണൂര്. അപ്പൊ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഭിന്നശേഷി സൗഹൃദ ജില്ലയാണ് കണ്ണൂര്. നമ്മുടെ മലയാളത്തിലെ ആദ്യത്തെ പത്രം ഏതാണ്? മലയാളത്തിലെ ആദ്യത്തെ പത്രം ഏതാണ്? അത് നമ്മുടെ രാജസമാചാരമാണ്. സമാചാരം പ്രസിദ്ധീകരിച്ച വർഷമാണ് 1847. ഇത് എവിടെ നിന്നാണ് പ്രസിദ്ധീകരണം ആരംഭിച്ചത്? അത് നമ്മുടെ തലശ്ശേരിയിലെ ഇല്ലിക്കുന്ന് ബംഗ്ലാവിൽ നിന്നാണ് ആരംഭിച്ചത്. അപ്പൊ മലയാളത്തിലെ ആദ്യത്തെ പത്രമായ രാജസമാചാരം 1847 എവിടെ നിന്നാണ് ആരംഭിച്ചതെന്ന് ചോദിച്ചാൽ അത് തലശ്ശേരിയിൽ നിന്നാണ്. അത് നമ്മുടെ ധർമ്മൻകുണ്ടത്താണ്. കേരളത്തിൽ ആദ്യമായി അയൽക്കൂട്ടം നടപ്പിലാക്കിയത് എവിടെയാണ്? കേരളത്തിൽ ആദ്യമായിട്ട് അയൽക്കൂട്ടം നടപ്പിലാക്കിയത് എവിടെയെന്ന് ചോദിച്ചാൽ അത് കല്യാശ്ശേരിയാണ്. കേരളത്തിൽ ആദ്യമായിട്ട് നമ്മുടെ അയൽക്കൂട്ടം നടപ്പിലാക്കിയത് കല്യാശ്ശേരിയാണ്. അതുപോലെ തന്നെ ഇന്ത്യയിലെ ആദ്യത്തെ ജിംനാസ്റ്റിക് കേന്ദ്രം എവിടെയാണ്? ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ജിംനാസ്റ്റിക് കേന്ദ്രം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? അത് നമ്മുടെ തലശ്ശേരിയിലാണ്. അപ്പൊ മലയാളത്തിലെ ആദ്യത്തെ പത്രമായ രാജസമാചാരം 1847 എവിടെ നിന്നുമാണ് പ്രസിദ്ധീകരിച്ചതെന്ന് ചോദിച്ചാൽ അത് തലശ്ശേരിയാണ്. അതുപോലെ തന്നെ കേരളത്തിൽ ആദ്യമായിട്ട് അയൽക്കൂട്ടം നടപ്പിലാക്കിയത് കല്യാശ്ശേരിയിലാണ്. നമ്മുടെ ഇന്ത്യയിലെ ആദ്യത്തെ ജിംനാസ്റ്റിക് പരിശീലന കേന്ദ്രം തലശ്ശേരിയിലാണ്. വടക്കൻ കേരളത്തിലെ ആദ്യത്തെ അച്ചുകൂടം എന്നറിയപ്പെടുന്നത് ഏതാണ്? നമ്മുടെ വടക്കൻ കേരളത്തിലെ ആദ്യത്തെ അച്ചുകൂടം എന്നറിയപ്പെടുന്നത് ഏതാണ്? അത് നമ്മുടെ തലശ്ശേരി മിഷൻ പ്രസ് ആണ്. നമ്മുടെ വടക്കൻ കേരളത്തിലെ ആദ്യത്തെ അച്ചുകൂടം എന്നറിയപ്പെടുന്നത്. വടക്കൻ കേരളത്തിലെ ആദ്യത്തെ അച്ചുകൂടമാണ് തലശ്ശേരി മിഷൻ പ്രസ്. അതുപോലെ തന്നെ കേരളത്തിലെ സഹകരണ മേഖലയിലെ ആദ്യത്തെ മെഡിക്കൽ കോളേജ് എവിടെയാണ്? നമ്മുടെ കേരളത്തിലെ സഹകരണ മേഖലയിലെ ആദ്യത്തെ മെഡിക്കൽ കോളേജ് എവിടെയാണ്? അത് പരിയാരം മെഡിക്കൽ കോളേജ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയിലെ ആദ്യത്തെ ഈ സാക്ഷരതാ പഞ്ചായത്ത് ഏതാണ്? നമ്മുടെ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഈ സാക്ഷരതാ പഞ്ചായത്ത് ഏതാണ്? അത് നമ്മുടെ ശ്രീകണ്ഠാപുരമാണ്. 2006 നവംബറിലാണ് നമ്മുടെ ശ്രീകണ്ഠാപുരത്തിനെ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഈ സാക്ഷരതാ പഞ്ചായത്തായിട്ട് പ്രഖ്യാപിച്ചത്. അപ്പൊ നമ്മുടെ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഈ സാക്ഷരതാ പഞ്ചായത്താണ് ശ്രീകണ്ഠാപുരം. 2006 നവംബറിലാണ് നമ്മുടെ ശ്രീകണ്ഠാപുരത്തിനെ എന്തായിട്ട് പ്രഖ്യാപിച്ചത്? ആദ്യത്തെ ഈ സാക്ഷരതാ പഞ്ചായത്തായിട്ട് പ്രഖ്യാപിച്ചത്. നമ്മുടെ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ജിംനാസ്റ്റിക് പരിശീലന കേന്ദ്രം എവിടെയാന്ന് ചോദിച്ചാൽ അത് തലശ്ശേരിയാണ്. വടക്കൻ കേരളത്തിലെ ആദ്യത്തെ അച്ചുകൂടം എവിടെയാന്ന് ചോദിച്ചാൽ അത് തലശ്ശേരി മിഷൻ പ്രസ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിലെ സഹകരണ മേഖലയിലെ ആദ്യത്തെ മെഡിക്കൽ കോളേജ് ഏതാണ്?
കേരളത്തിലെ സഹകരണ മേഖലയിലെ ആദ്യത്തെ മെഡിക്കൽ കോളേജ് അത് പരിയാരം മെഡിക്കൽ കോളേജാണ്. നമ്മുടെ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഈ സാക്ഷരതാ പഞ്ചായത്തായിട്ട് ശ്രീകണ്ഠാപുരത്തിനെ പ്രഖ്യാപിച്ച വർഷം ഏതാണ്? അതെന്നാണ്? അത് നമ്മുടെ 2006 നവംബറിലാണ്. 2006 നവംബറിലാണ്. കണ്ണൂർ സർവകലാശാല നിലവിൽ വന്ന വർഷം ഏതാണ്? കണ്ണൂർ സർവകലാശാല നിലവിൽ വന്ന വർഷം ഏതാണ്? കണ്ണൂർ സർവകലാശാല നിലവിൽ വന്ന വർഷം അത് 1996 കണ്ണൂർ യൂണിവേഴ്സിറ്റി നിലവിൽ വരുന്നത്. കണ്ണൂർ യൂണിവേഴ്സിറ്റി നിലവിൽ വരുന്നത് 1996 ഇതിന്റെ ആദ്യത്തെ വൈസ് ചാൻസലർ ആരായിരുന്നു? കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ ആദ്യത്തെ VC ആരായിരുന്നു? അത് അബ്ദുൾ റഹ്മാനാണ്. അപ്പൊ എന്നാണ് കണ്ണൂർ യൂണിവേഴ്സിറ്റി നിലവിൽ വന്നത്? 1996 ഇതിന്റെ ആദ്യത്തെ വൈസ് ചാൻസലർ ആരാന്ന് ചോദിച്ചാൽ അത് അബ്ദുൾ റഹ്മാനാണ്. ഇന്ത്യയിലെ ആദ്യത്തെ കോസ്റ്റ് ഗാർഡ് അക്കാദമി സ്ഥാപിക്കുന്ന സ്ഥലമാണ് ഇരിനാവിലുള്ള മടക്കര എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ ഇന്ത്യയിലെ ആദ്യത്തെ കോസ്റ്റ് ഗാർഡ് അക്കാദമി സ്ഥാപിക്കുന്നത്. അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ കോസ്റ്റ് ഗാർഡ് അക്കാദമി സ്ഥാപിക്കുന്നത് ഇരിനാവിനടുത്തുള്ള നമ്മുടെ മടക്കരയിലാണ്. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ സങ്കരയിനം കുരുമുളക് ഇനം ഏതാണ്? ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ സങ്കരയിനം കുരുമുളക് ഇനം പന്നിയൂരാണ്. അതുപോലെ തന്നെ കേരളത്തിൽ ആദ്യമായി ക്രിസ്മസ് കേക്ക് ഉണ്ടാക്കിയത് എവിടെയാണ്? കേരളത്തിൽ ആദ്യമായിട്ട് ക്രിസ്മസ് കേക്ക് ഉണ്ടാക്കിയത് നമ്മുടെ തലശ്ശേരിയിലെ മമ്പള്ളി ബേക്കറിയിലാണ്. അപ്പൊ 3 സീകളുടെ നാട് എന്ന് തന്നെയല്ലേ നമ്മുടെ തലശ്ശേരി അറിയപ്പെടുന്നത്? കേക്ക്, ക്രിക്കറ്റ്, പിന്നെ വേറെന്തായിരുന്നു? കേക്ക്, ക്രിക്കറ്റ്, സർക്കസ്. അതെ, 3 സീകളുടെ നാടാണ് തലശ്ശേരി. അപ്പൊ 3 സീകളുടെ നാടാണ് തലശ്ശേരി. അപ്പൊ കേരളത്തിൽ ആദ്യമായിട്ട് എന്തൊക്കെയായിരുന്നു? കേരളത്തിൽ ആദ്യമായിട്ട് ക്രിസ്മസ് കേക്ക് ഉണ്ടാക്കിയത് നമ്മുടെ തലശ്ശേരിയിലെ മമ്പള്ളി ബേക്കറിയിലാണ്. നിയമസഭാ അംഗമാകാതെ മന്ത്രിയായ ആദ്യ വ്യക്തി ആരാണ്? നിയമസഭാ അംഗമാകാതെ മന്ത്രിയായ ആദ്യ വ്യക്തിയാണ് കെ മുരളീധരൻ. അപ്പൊ നിയമസഭാ അംഗമാകാതെ മന്ത്രിയായ ആദ്യ വ്യക്തിയാണ് കെ മുരളീധരൻ. അടുത്തതാണ് നമ്മുടെ ഇന്ത്യയിൽ ആദ്യമായി സർക്കാർ ഉടമസ്ഥതയിൽ കലാഗ്രാമം സ്ഥാപിക്കാൻ തീരുമാനിച്ചത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് കണ്ണൂരിലാണ്. അപ്പൊ ഇന്ത്യയിൽ ആദ്യമായിട്ട് സർക്കാർ ഉടമസ്ഥതയിൽ കലാഗ്രാമം സ്ഥാപിക്കാൻ തീരുമാനിച്ചത് കണ്ണൂരിലാണ്. ശ്രീനാരായണ ഗുരു മലബാറിൽ ആദ്യത്തെ ക്ഷേത്ര പ്രതിഷ്ഠ നടത്തിയത് എവിടെയാണ്? അതും തലശ്ശേരിയിലാണ്. കേരളത്തിലെ ആദ്യത്തെ രജിസ്ട്രാർ ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചത് എവിടെയാണ്? നമ്മുടെ കേരളത്തിലെ തന്നെ ആദ്യത്തെ രജിസ്ട്രാർ ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചത് എവിടെയാണ്? അതും തലശ്ശേരിയിലാണ്. ഏത് വർഷമാണെന്ന് ചോദിച്ചാൽ 1864ലാണ്. 1864ലാണ്. കേരളത്തിലെ തന്നെ ആദ്യത്തെ രജിസ്ട്രാർ ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചത് തലശ്ശേരിയിലാണ്. 1864ലാണ്. 2 തവണ മികച്ച പഞ്ചായത്തിനുള്ള സ്വരാജ് ട്രോഫി നേടിയ ആദ്യ ഗ്രാമപഞ്ചായത്ത് ഏതാണ്? 2 തവണ മികച്ച പഞ്ചായത്തിനുള്ള സ്വരാജ് ട്രോഫി അവാർഡ് നേടിയ ആദ്യത്തെ ഗ്രാമപഞ്ചായത്താണ് മാങ്ങാട്ടിടം നാടേട. 2 തവണ മികച്ച പഞ്ചായത്തിനുള്ള സ്വരാജ് ട്രോഫി നേടിയ ആദ്യത്തെ ഗ്രാമപഞ്ചായത്താണ് മാങ്ങാട്ടിടം. തിരിച്ചറിയൽ കാർഡ് നിർബന്ധിതമാക്കി തിരഞ്ഞെടുപ്പ് നടത്തിയ ആദ്യത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം ഏതാണെന്ന് ചോദിച്ചാൽ അത് മട്ടന്നൂരാണ്. അപ്പൊ തിരിച്ചറിയൽ കാർഡ് നിർബന്ധിതമാക്കി തിരഞ്ഞെടുപ്പ് നടത്തിയ കേരളത്തിലെ ആദ്യത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനമാണ് നമ്മുടെ മട്ടന്നൂര്. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ കോസ്റ്റ് ഗാർഡ് അക്കാദമി സ്ഥാപിച്ചത് ഇരിനാവിലാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ഇരിനാവിലെ മടക്കരയിലാണ്. നമ്മുടെ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ കോസ്റ്റ് ഗാർഡ് അക്കാദമി സ്ഥാപിച്ചത് ഇരിനാവിലെ മടക്കരയിലാണ്. തടവുകാരുടെ നേതൃത്വത്തിൽ ബ്യൂട്ടി പാർലർ ആരംഭിച്ച കേരളത്തിലെ തന്നെ ആദ്യത്തെ ജയിൽ ഏതാണ്? തടവുകാരുടെ നേതൃത്വത്തിൽ ബ്യൂട്ടി പാർലർ ആരംഭിച്ച കേരളത്തിലെ ആദ്യത്തെ ജയിൽ ഏതാണ്? അത് കണ്ണൂർ സെൻട്രൽ ജയിലാണ്. എന്തിനല്ലേ? തടവുകാരുടെ നേതൃത്വത്തിൽ ബ്യൂട്ടി പാർലർ ആരംഭിച്ച കേരളത്തിലെ ആദ്യത്തെ ജയിലാണ് കണ്ണൂർ സെൻട്രൽ ജയിൽ. ഇന്ത്യയുടെ ആദ്യത്തെ തന്നെ സർക്കസ് കമ്പനി ആണ് ഏത്? മലബാർ ഗ്രാൻഡ് സർക്കസ് എന്ന് പറയുന്നത്. അപ്പം ഇന്ത്യയിലെ തന്നെ അതെ അവിടെ അവർക്ക് ഒരുങ്ങണ്ടേടാ. ഇന്ത്യയിലെ ആദ്യത്തെ സർക്കസ് കമ്പനിയാണ്
1904 ആരംഭിച്ച മലബാർ ഗ്രാൻഡ് സർക്കസ് എന്ന് പറയുന്നത്. അപ്പൊ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ സർക്കസ് കമ്പനിയാണ് 1904 കേരളത്തിൽ ആദ്യമായി ക്രിക്കറ്റ് കളിച്ചത് എവിടെയാണ്? കേരളത്തിൽ ആദ്യമായിട്ട് ക്രിക്കറ്റ് കളിച്ചത് എവിടെയാണ്? കേരളത്തിൽ ആദ്യം, അതും തലശ്ശേരിയിലാണ്. അപ്പൊ നമ്മുടെ തിരിച്ചറിയൽ കാർഡ് നിർബന്ധിതമാക്കി തിരഞ്ഞെടുപ്പ് നടത്തിയ കേരളത്തിലെ ആദ്യത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം ഏതാടാ? അത് മട്ടന്നൂരാണ്. അതുപോലെ തന്നെ തടവുകാരുടെ നേതൃത്വത്തിൽ ബ്യൂട്ടി പാർലർ ആരംഭിച്ച കേരളത്തിലെ ആദ്യത്തെ ജയിൽ ഏതാടാ? അതേതാണ്? അത് നമ്മുടെ കണ്ണൂർ സെൻട്രൽ ജയിലാണ്. അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ സർക്കസ് കമ്പനി ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ സർക്കസ് കമ്പനി ഏതാണ്? അത് മലബാർ ഗ്രാൻഡ് സർക്കസ് ആണ്. ഏത് വർഷമാണ് ആരംഭിച്ചത്? ഏത് വർഷമാണ് ആരംഭിച്ചത്? 1904 അപ്പം നമ്മുടെ കേരളത്തിൽ ആദ്യമായി ക്രിക്കറ്റ് കളിച്ചത് തലശ്ശേരിയിലാണ്. കേരളത്തിലെ ആദ്യത്തെ ക്രിക്കറ്റ് ക്ലബ്ബ് ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ ക്രിക്കറ്റ് ക്ലബ്ബ് ഏതാണ്? അതാണ് ടൗൺ ക്രിക്കറ്റ് ക്ലബ്ബ്. അത് 1860 ടൗൺ ക്രിക്കറ്റ് ക്ലബ്ബ് 1860 ടൗൺ ക്രിക്കറ്റ് ക്ലബ്ബാണ് കേരളത്തിലെ തന്നെ ആദ്യത്തെ ക്രിക്കറ്റ് ക്ലബ്ബ് എന്നറിയപ്പെടുന്നത്. ഉത്തര കേരളത്തിലെ ആദ്യത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമാണ് ബ്രണ്ണൻ കോളേജ്. അപ്പം നമ്മുടെ ഉത്തര കേരളത്തിലെ ഏറ്റവും ഉത്തര കേരളത്തിലെ ഇന്ത്യയിലെ ആദ്യത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമാണ് ബ്രണ്ണൻ കോളേജ്. ഇതെന്ന് പറഞ്ഞാൽ തലശ്ശേരിക്കടുത്ത് ധർമ്മടം എന്ന സ്ഥലത്ത് 1862 നമ്മുടെ എഡ്വേർഡ് ബ്രണ്ണൻ സ്ഥാപിച്ച സ്കൂളാണ് 1890 കോളേജായി ഉയർന്നത്. ഒന്നുകൂടെ പറയാടാ, ഉത്തര കേരളത്തിലെ ആദ്യത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമാണ് നമ്മുടെ ബ്രണ്ണൻ കോളേജ്. അപ്പം ഉത്തര കേരളത്തിലെ ആദ്യത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമാണ് ബ്രണ്ണൻ കോളേജ്. തലശ്ശേരിക്കടുത്ത് ധർമ്മടം എന്ന സ്ഥലത്ത് 1862 എഡ്വേർഡ് ബ്രണ്ണൻ സ്ഥാപിച്ച സ്കൂളാണ് 1890 കോളേജായിട്ട് മാറിയത്. ഓക്കെ ആണോടാ? ഓക്കെ ആണോ? കിട്ടിയത്? 2004 കേരള സർക്കാർ ഈ കോളേജിന് സർവകലാശാല പദവി നൽകി. അപ്പം നമ്മുടെ 2004 കേരള സർക്കാർ ഈ കോളേജിന് സർവകലാശാല പദവി നൽകി. ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി ആരായിരുന്നു? നമ്മുടെ ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി ആരായിരുന്നു? ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളിയാണ് CK ലക്ഷ്മണൻ. ഇദ്ദേഹം കണ്ണൂർ സ്വദേശിയാണ്. അപ്പം നമ്മുടെ ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളിയായ CK ലക്ഷ്മണൻ കണ്ണൂർ സ്വദേശിയാണ്. ഇദ്ദേഹം ഏത് ഒളിമ്പിക്സിലാണ് പങ്കെടുത്തത്? ഏത് ഒളിമ്പിക്സിലാണ് പങ്കെടുത്തത്? അദ്ദേഹം 1924 പാരീസ് ഒളിമ്പിക്സിലാണ് പങ്കെടുത്തത്. 1924 പാരീസ് ഒളിമ്പിക്സിൽ 110 മീറ്റർ ഹർഡിൽസിലാണ് പങ്കെടുത്തത്. അപ്പം എങ്ങനെയാണ്? 1924 110 മീറ്റർ ഹർഡിൽസിലാണ് നമ്മുടെ CK ലക്ഷ്മണൻ ആദ്യമായിട്ട് പങ്കെടുത്തത്. കണ്ണൂർ ജയിലിലാണ് കേരളത്തിലെ ആദ്യത്തെ ജയിൽ മ്യൂസിയം സ്ഥാപിച്ചത്. അപ്പം കണ്ണൂർ ജയിലിലാണ് നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ ജയിൽ മ്യൂസിയം സ്ഥാപിച്ചത്. ഏത് വർഷമാണെന്ന് ചോദിച്ചാൽ 2016 2016. അപ്പം നമ്മുടെ കേരളത്തിൽ തന്നെ ആദ്യത്തെ ജയിൽ മ്യൂസിയം സ്ഥാപിച്ചത് നമ്മുടെ കണ്ണൂരിലാണ്, 2016. അതുപോലെ തന്നെ ഇന്ത്യൻ എയർഫോഴ്സ് പൈലറ്റായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ കേരളീയൻ ആരായിരുന്നു? നമ്മുടെ ഇന്ത്യൻ എയർഫോഴ്സിൽ പൈലറ്റായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ കേരളീയൻ ആരായിരുന്നു? അത് മൂർക്കോത്ത് രാമുണ്ണിയാണ്. അപ്പൊ ഇന്ത്യൻ എയർഫോഴ്സിൽ പൈലറ്റായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ കേരളീയനാണ് മൂർക്കോത്ത് രാമുണ്ണി. ഇദ്ദേഹം തലശ്ശേരി സ്വദേശിയാണ്. അപ്പൊ കേരളത്തിലെ ഏറ്റവും വിസ്തീർണം കുറഞ്ഞ ഗ്രാമപഞ്ചായത്ത് ഏതാണ്? കേരളത്തിലെ ഏറ്റവും ചെറിയ ഗ്രാമപഞ്ചായത്ത് ഏതാണ്? കേരളത്തിലെ ഏറ്റവും ചെറിയ ഗ്രാമപഞ്ചായത്ത് ഏതാണ്? ഏറ്റവും വിസ്തീർണം കുറഞ്ഞ ഗ്രാമപഞ്ചായത്ത് ഏതാണ്? അത് നമ്മുടെ വളപട്ടണമാണ്. അപ്പം നമ്മുടെ കേരളത്തിലെ തന്നെ ഏറ്റവും വിസ്തീർണം കുറഞ്ഞ ഗ്രാമപഞ്ചായത്താണ് വളപട്ടണം. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ബീച്ച് ഏതാണ്? കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ബീച്ച് ഏതാണ്? അത് മുഴുപ്പിലങ്ങാടാണ്. അതുപോലെ തന്നെ കേരളത്തിലെ ഏറ്റവും വിസ്തീർണം കുറഞ്ഞ ഫോറസ്റ്റ് ഡിവിഷൻ ഏതാണ്? കേരളത്തിലെ ഏറ്റവും വിസ്തീർണം കുറഞ്ഞ ഫോറസ്റ്റ് ഡിവിഷൻ ഏതാണ്? അത് ആറളമാണ്. കൂനിയല്ലല്ലോടാ, അത് ആദ്യത്തെ അല്ലേ? ആറളമാണ്. അപ്പൊ കേരളത്തിലെ ഏറ്റവും വിസ്തീർണം കുറഞ്ഞ ഫോറസ്റ്റ് ഡിവിഷൻ ആണ് ആറളം. കേരളത്തിലെ ഏറ്റവും വടക്കേറ്റത്തെ വന്യജീവി സങ്കേതമാണ് ഇരിട്ടി താലൂക്കിലെ
താലൂക്കിലെ ആറളം എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തെ വന്യജീവി സങ്കേതമാണ് ഇരിട്ടി താലൂക്കിൽ സ്ഥിതി ചെയ്യുന്ന ആറളം. ഈ ആറളത്തിന്റെ സമീപത്തു കൂടി ഒഴുകുന്ന നദി ഏതാണ്? ആറിലല്ലേ ചീങ്കണ്ണി കാണുന്നത്, അപ്പൊ ചീങ്കണ്ണിപ്പുഴ. ഈ ആറളം വന്യജീവി സങ്കേതത്തിന് സമീപത്തായി ഒഴുകുന്ന നദിയാണ് ചീങ്കണ്ണിപ്പുഴ. ആണല്ലോ നമ്മൾ ചീങ്കണ്ണിയൊക്കെ കാണാറുള്ളത്, അങ്ങനെ ഓർത്തു വെച്ചിരുന്നാൽ മതി. അപ്പൊ കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ഡ്രൈവിൻ ബീച്ച് ഏതാണ്? അപ്പം നമ്മുടെ കേരളത്തിലെ തന്നെ ഏറ്റവും നീളം കൂടിയ ഡ്രൈവിൻ ബീച്ചാണ് മുഴുപ്പിലങ്ങാട് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കേരളത്തിലെ ഏറ്റവും വലിയ നാഗർകാവ് തെയ്യോട്ട് കാവാണ്. അപ്പം നമ്മുടെ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ നാഗർകാവാണ്, അത് തെയ്യോട്ട് കാവാണ്. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ നാവിക അക്കാദമി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ നാവിക അക്കാദമി സ്ഥിതി ചെയ്യുന്നത് അത് ഏഴിമല നാവിക അക്കാദമിയിലാണ്. ഏഴിമല നാവിക അക്കാദമിയാണ്. മൂഷക വംശത്തിലെ ഏറ്റവും മഹാനായ രാജാവ് ആരായിരുന്നു? മൂഷക വംശത്തിലെ ഏറ്റവും മഹാനായ രാജാവ് ആരായിരുന്നു? അത് നമ്മുടെ പേര് വല്ലഭൻ രണ്ടാമൻ. അപ്പൊ മൂഷക വംശത്തിലെ ഏറ്റവും മഹാനായ രാജാവായിരുന്നു വല്ലഭൻ രണ്ടാമൻ. മയ്യഴി ഗാന്ധി എന്നറിയപ്പെട്ടിരുന്നത് ആരാണ്? മയ്യഴി ഗാന്ധി എന്നറിയപ്പെട്ടിരുന്നത് ആരാണ്? മയ്യഴി ഗാന്ധി എന്നറിയപ്പെടുന്നത് IK കുമാരൻ മാസ്റ്റർ ആണ്. രണ്ടാം ബർദോളി എന്നറിയപ്പെടുന്നത് ഏതാണ്? രണ്ടാം ബർദോളി എന്നറിയപ്പെടുന്നത് ഏതാണ്? അത് നമ്മുടെ പയ്യന്നൂരാണ്. യൂറോപ്യന്മാരുടെ ഭരണകാലത്ത് ഇന്ത്യയിലെ ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെട്ടിരുന്നത് മയ്യഴിപ്പുഴയാണ്. യൂറോപ്യന്മാരുടെ ഭരണകാലത്ത് ഇന്ത്യയുടെ ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെട്ടിരുന്നത്. ബ്രാസ് പഗോഡ എന്നറിയപ്പെട്ടിരുന്നത് ഏതാണ്? ബ്രാസ് പഗോഡ എന്നറിയപ്പെട്ടിരുന്നത് ഏതാണ്? ബ്രാസ് പഗോഡ എന്നറിയപ്പെടുന്നത് നമ്മുടെ തിരുവങ്ങാട് ശ്രീരാമക്ഷേത്രമാണ്. ബ്രാസ് പഗോഡ എന്നറിയപ്പെട്ടിരുന്നത്. അപ്പം ബ്രാസ് പഗോഡ എന്നറിയപ്പെട്ടിരുന്നത് നമ്മുടെ തിരുവങ്ങാട് ശ്രീരാമക്ഷേത്രമാണ്. ഇനി മൂന്ന് സീകളുടെ നാട് എന്നറിയപ്പെട്ടിരുന്നത് ഏതാണ്? മൂന്ന് സീകളുടെ നാട് തലശ്ശേരിയാണ്. എന്താണ് മൂന്ന് സീകള്? കേക്ക്, സർക്കസ്, ക്രിക്കറ്റ്. കേക്ക്, നമ്മുടെ ക്രിക്കറ്റ്, സർക്കസ്, അതുപോലെ തന്നെ കേക്ക്. അപ്പൊ ആദ്യം എവിടെയാണ് നമ്മുടെ ക്രിസ്മസ് കേക്ക് നിർമ്മിച്ചത്? ഏത് ബേക്കറിയിലാണ്? തലശ്ശേരിയിലെ അത് മമ്പള്ളി ബേക്കറിയിലാണ്. അതുപോലെ തന്നെ നമ്മുടെ ആദ്യത്തെ ക്രിക്കറ്റ് ക്ലബ്ബ് ഏതാണ്? അത് നമ്മുടെ ടൗൺ ക്രിക്കറ്റ് ക്ലബ്ബ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ ആദ്യത്തെ സർക്കസ് കമ്പനി ഏതാണ്? ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ സർക്കസ് കമ്പനി ഏതാണ്? അത് നമ്മുടെ മലബാർ ഗ്രാൻഡ് സർക്കസ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ പ്രാചീന കാലത്ത് കണ്ണൂർ അറിയപ്പെട്ടിരുന്ന പേരെന്താണ്? അത് നൗറ എന്നാണ്. നൗറ എന്ന് പ്രാചീന കാലത്ത് അറിയപ്പെട്ടിരുന്ന ജില്ലയാണ് നമ്മുടെ കണ്ണൂര്. നൗറ. വടക്കേ മലബാറിന്റെ സാംസ്കാരിക തലസ്ഥാനം എന്നറിയപ്പെടുന്നത് തലശ്ശേരിയാണ്. അപ്പം വടക്കേ മലബാറിന്റെ സാംസ്കാരിക തലസ്ഥാനം എന്നറിയപ്പെടുന്നത് തലശ്ശേരിയാണ്. ഉത്തര കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ പാടുന്ന പടവാൾ എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? ഉത്തര കേരളത്തിന്റെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ പാടുന്ന പടവാൾ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് TS തിരുമുമ്പ്. അപ്പൊ നമ്മുടെ ഉത്തര കേരളത്തിന്റെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ പാടുന്ന പടവാൾ എന്നറിയപ്പെടുന്നത് TS തിരുമുമ്പാണ്. ഏഴിമല രാജവംശത്തിന്റെ രണ്ടാം തലസ്ഥാനം എന്നറിയപ്പെട്ടിരുന്ന സ്ഥലം ഏതായിരുന്നു? അത് പഴയങ്ങാടിയാണ്. ഏഴിമല രാജവംശത്തിന്റെ രണ്ടാം തലസ്ഥാനം എന്നറിയപ്പെട്ടിരുന്നത് പഴയങ്ങാടിയാണ്. സർക്കസിന്റെ കളിത്തൊട്ടിൽ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ഏതാണ്? സർക്കസിന്റെ കളിത്തൊട്ടിൽ എന്നറിയപ്പെടുന്നത് നമ്മുടെ തലശ്ശേരിയാണ്. ഒരു കാലത്ത് പെരുംനെല്ലൂർ എന്നറിയപ്പെട്ടിരുന്ന സ്ഥലം ഏതാണ്? ഒരു കാലത്ത് പെരുംനെല്ലൂർ എന്നറിയപ്പെട്ടിരുന്നത് തളിപ്പറമ്പാണ്. ഒരു കാലത്ത് പെരുംനെല്ലൂർ എന്നറിയപ്പെട്ടിരുന്നത്. ബ്രിട്ടീഷ് ഭരണകാലത്ത് കണ്ണൂരിന്റെ പേരെന്തായിരുന്നു? അത് കാനാനൂർ എന്നായിരുന്നു. തറികളുടെയും തിറകളുടെയും നാട് എന്നറിയപ്പെടുന്നത് ഏതാണ്? തറികളുടെയും തിറകളുടെയും നാട് എന്നറിയപ്പെടുന്നത് കണ്ണൂരാണ്.
പണ്ട് വല്ലഭപട്ടണം എന്നറിയപ്പെട്ടിരുന്ന നഗരം ഏതാണ്? പണ്ട് വല്ലഭപട്ടണം, അതിനകത്ത് തന്നെ നമുക്ക് കിട്ടും വല്ലഭപട്ടണം, വളപട്ടണമാണ് എടാ. അപ്പൊ പണ്ട് വല്ലഭപട്ടണം എന്നറിയപ്പെട്ടിരുന്ന നഗരമാണ് നമ്മുടെ വളപട്ടണം. അടുത്തതാണ് നമ്മുടെ കണ്ണൂർ സർവകലാശാലയുടെ പഴയ പേരെന്താണ്? നമ്മുടെ കണ്ണൂർ സർവകലാശാലയുടെ പഴയ പേരെന്താടാ? നമ്മുടെ കണ്ണൂർ സർവകലാശാലയുടെ പഴയ പേരാണ് മലബാർ സർവകലാശാല. ഇതിന്റെ ആപ്തവാക്യം എന്താണ്? ഈ ആപ്തവാക്യം തമസോമ ജ്യോതിർഗമയ എന്നാണ്. നമ്മുടെ കണ്ണൂർ സർവകലാശാലയുടെ ആപ്തവാക്യം എന്താന്ന് ചോദിച്ചാല് അത് തമസോമ ജ്യോതിർഗമയ എന്നാണ്. ഇതിന്റെ മീനിങ് എന്താന്ന് ചോദിച്ചാൽ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കണമേ എന്നാണ്. അപ്പം സെന്റ് ആഞ്ചലോസ് കോട്ട സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? സെന്റ് ആഞ്ചലോസ് കോട്ട സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? അത് നമ്മുടെ കണ്ണൂർ ജില്ലയിലാണ്. മുമ്പ് ധർമ്മപട്ടണം എന്നറിയപ്പെട്ടിരുന്നത് ഏതായിരുന്നു? ധർമ്മടമാണ്. 1505 നമ്മുടെ സെന്റ് ആഞ്ചലോസ് കോട്ട നിർമ്മിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ മുമ്പ് ധർമ്മപട്ടണം എന്നറിയപ്പെട്ടിരുന്ന പ്രദേശം ധർമ്മടമാണ്. ഇതൊരു ബുദ്ധമത കേന്ദ്രമായിരുന്നു. ഒരു കാലത്ത് കേരളത്തിൽ ഏക ഫ്രഞ്ച് മിലിറ്ററി ബേസുമായുള്ള സാമീപ്യം കാരണം നമ്മുടെ കേരളത്തിലെ പാരീസ് എന്ന് യൂറോപ്യന്മാർ വിളിച്ചത് തലശ്ശേരിയെയാണ്. അപ്പം ഒരു കാലത്ത് കേരളത്തിലെ ഏക ഫ്രഞ്ച് മിലിറ്ററി ബേസുമായുള്ള സാമീപ്യം കാരണം കേരളത്തിലെ പാരീസ് എന്ന് യൂറോപ്യന്മാർ വിളിച്ച പ്രദേശമാണ് തലശ്ശേരി. പിന്നീട് ഫ്രഞ്ചുകാർ തങ്ങളുടെ താവളം മയ്യഴിയിലേക്ക് മാറ്റി. പഴശ്ശി അണക്കെട്ടിന്റെ മറ്റൊരു പേരെന്താണ്? പഴശ്ശി അണക്കെട്ടിന്റെ മറ്റൊരു പേരാണ് കുളൂർ ബാരേജ് എന്ന് പറയുന്നത് നമ്മുടെ പഴശ്ശി അണക്കെട്ടിന്റെ മറ്റൊരു പേരാണ്. അപ്പൊ പഴശ്ശി അണക്കെട്ടിന്റെ മറ്റൊരു പേരാണ് കുളൂർ ബാരേജ്. അപ്പൊ നമ്മുടെ കണ്ണൂരിലെ സെന്റ് ആഞ്ചലോസ് കോട്ട നിർമ്മിച്ച വിദേശ ശക്തി ഏതാടാ? നമ്മുടെ കണ്ണൂരിലെ സെന്റ് ആഞ്ചലോസ് കോട്ട നിർമ്മിച്ച വിദേശ ശക്തി ഏതാണ്? അത് പോർച്ചുഗീസുകാരാണ് നമ്മുടെ കണ്ണൂരിലെ സെന്റ് ആഞ്ചലോസ് കോട്ട നിർമ്മിച്ചത്. ധർമ്മടം തുരുത്ത് സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണ്? അത് അഞ്ചരക്കണ്ടി പുഴയിലാണ്. തലശ്ശേരി കോട്ട നിർമ്മിച്ചത് ആരാണ്? അത് നമ്മുടെ ബ്രിട്ടീഷുകാരാണ്. എന്നാ തലശ്ശേരി കോട്ട നിർമ്മിച്ച വർഷമാണ് 1708. അതുപോലെ തന്നെ കേരള ദിനേശ് ബീഡിയുടെ ആസ്ഥാനം എവിടെയാണ്? സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അത് കണ്ണൂരാണ്. കണ്ണൂർ ജില്ലയിൽ എവിടെയാണ് നാവിക അക്കാദമി സ്ഥിതി ചെയ്യുന്നത്? അത് നമ്മുടെ ഏഴിമലയിലാണ്. തലശ്ശേരി കണ്ണൂർ ദേശീയപാതയിലാണ് മൊയ്തു പാലം സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ തലശ്ശേരി കണ്ണൂർ ദേശീയപാതയിലാണ് മൊയ്തു പാലം സ്ഥിതി ചെയ്യുന്നത്. വളപട്ടണം പുഴയുടെ പോഷക നദികളിൽ ഒന്നാണ് ബാവലിപ്പുഴ. അപ്പം ഏത് റിസർവ് വനം വഴിയാണ് ഈ ബാവലിപ്പുഴ ഒഴുകുന്നതെന്ന് ചോദിച്ചാൽ അത് കൊട്ടിയൂർ റിസർവ് വനം വഴിയാണ്. കൊട്ടിയൂർ റിസർവ് വനത്തിലൂടെ ഒഴുകുന്ന നദിയാണ് നമ്മുടെ ബാവലിപ്പുഴ. വളപട്ടണം പുഴയിൽ വെളിയമ്പ്രയിലാണ് പഴശ്ശി അണക്കെട്ട്. അപ്പൊ എവിടെയാണ് നമ്മുടെ പഴശ്ശി അണക്കെട്ട് എവിടെയാണെന്ന് ചോദിച്ചാൽ വളപട്ടണം പുഴയിൽ വെളിയമ്പ്രയിലാണ് നമ്മുടെ പഴശ്ശി അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ കോഴത്ത് നാട്ടിലെ രാജാവിന്റെ സ്ഥാനപ്പേരെന്തായിരുന്നു? അത് കോലത്തിരി എന്നായിരുന്നു. ഏറ്റവും കൂടുതൽ പ്രാവശ്യം കേരള മുഖ്യമന്ത്രി ആരായിരുന്നു? ഏറ്റവും കൂടുതൽ പ്രാവശ്യം കേരള മുഖ്യമന്ത്രി ആയത് കെ കരുണാകരനാണ്. അത് ഏത് വർഷങ്ങളിലാണെന്ന് ചോദിച്ചാൽ 1977, 1981, 1982, 1991. അതന്നെ ഏറ്റവും കൂടുതൽ പ്രാവശ്യം കേരള മുഖ്യമന്ത്രിയായത് കെ കരുണാകരനാണ്. അതുപോലെ തന്നെ ഏതൊക്കെ വർഷം എന്ന് ചോദിച്ചാൽ 1977, 1981, 1982, 1991. കെ കരുണാകരന്റെ ആത്മകഥയുടെ പേരെന്താണ്?
കരുണാകരന്റെ ആത്മകഥയുടെ അത് നമ്മുടെ പതറാതെ മുന്നോട്ട് എന്നാണ്. പതറാതെ മുന്നോട്ട്. കേരള സർക്കസിന്റെ ആചാര്യൻ എന്നറിയപ്പെടുന്നത് ആരാണ്? കേരളത്തിലെ സർക്കസിന്റെ ആചാര്യൻ എന്നറിയപ്പെടുന്നത് അത് കീലേ കീലേരി കുഞ്ഞിക്കണ്ണനാണ്. കീലേരി കുഞ്ഞിക്കണ്ണനാണ്. ഇദ്ദേഹമാണ് മലബാർ സർക്കസ് സ്ഥാപിച്ചത്. അപ്പൊ നമ്മുടെ കീലേരി കുഞ്ഞിക്കണ്ണനാണ് നമ്മുടെ കേരള സർക്കസിന്റെ ആചാര്യൻ എന്നറിയപ്പെടുന്നത്. അദ്ദേഹമാണ് നമ്മുടെ ആദ്യത്തെ സർക്കസ് കമ്പനിയായ മലബാർ സർക്കസ് സ്ഥാപിച്ചത്. അപ്പൊ പാവങ്ങളുടെ പടത്തലവൻ എന്നറിയപ്പെടുന്നത് ആരാണ്? പാവങ്ങളുടെ പടത്തലവൻ എന്നറിയപ്പെടുന്നത് നമ്മുടെ AK ഗോപാലനാണ്. CPM കേരള ഘടകത്തിന്റെ രണ്ടാമത്തെ സംസ്ഥാന സെക്രട്ടറി AK ഗോപാലനായിരുന്നു. അപ്പം നമ്മുടെ CPI ബ്രാക്കറ്റിലെ M മാർക്സിസ്റ്റ് അല്ലേ? മാർക്സിസ്റ്റ് അതിന്റെ കേരള ഘടകത്തിന്റെ രണ്ടാമത്തത് സംസ്ഥാന സെക്രട്ടറി AKG ആയിരുന്നു. അപ്പൊ നമ്മുടെ കണ്ണൂരിലെ പാട്യം ഗ്രാമത്തിൽ ജനിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? നമ്മുടെ കണ്ണൂരിലെ പാട്യം ഗ്രാമത്തിൽ ജനിച്ച സാമൂഹിക പരിഷ്കർത്താവ് നമ്മുടെ വാക്പടാനന്ദൻ അല്ലെങ്കിൽ വയലേരി കുഞ്ഞിക്കണ്ണൻ. ഇദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് വയലേരി കുഞ്ഞിക്കണ്ണൻ. ഗാന്ധിജി ഇടപെട്ട് വധശിക്ഷ റദ്ദു ചെയ്യിപ്പിച്ച കേരളത്തിലെ നേതാവ് ആരാണ്? ഗാന്ധിജി ഇടപെട്ടിട്ട് വധശിക്ഷ റദ്ദു ചെയ്യിപ്പിച്ച കേരളത്തിലെ നേതാവ് ആരായിരുന്നു? അത് KPR ഗോപാലനാണ്. ഇദ്ദേഹം ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ അത് മൊറാഴ സമരമാണ്. 1940 നടന്ന മൊറാഴ സമരത്തിന്റെ നേതാവായിരുന്നു KPR ഗോപാലൻ. ഗാന്ധിജി ഇടപെട്ടിട്ടാണെങ്കിൽ വധശിക്ഷ റദ്ദു ചെയ്യിപ്പിച്ച കേരളത്തിലെ നേതാവാണ് നമ്മുടെ KPR ഗോപാലൻ. സിംഗപ്പൂരിൽ പ്രസിഡന്റായ C ദേവൻ നായരുടെ കുടുംബം തലശ്ശേരിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പം സിംഗപ്പൂരില് പ്രസിഡന്റായ CV ദേവൻ നായരുടെ കുടുംബം സ്ഥിതി ചെയ്യുന്നത് തലശ്ശേരിയിലാണ്. കെൽട്രോണിന്റെ ആദ്യത്തെ ചെയർമാൻ ആരായിരുന്നു? അത് KPEP നമ്പ്യാരാണ്. ഇദ്ദേഹം കണ്ണൂർ സ്വദേശിയാണ്. കെൽട്രോണിന്റെ ആദ്യ ചെയർമാനും അതുപോലെ തന്നെ മാനേജിംഗ് ഡയറക്ടറുമായ കണ്ണൂർ സ്വദേശിയാണ് KPEP നമ്പ്യാർ. അതുപോലെ തന്നെ കോഴിക്കോട് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റിന്റെ സ്ഥാപക ചെയർമാനും ഇദ്ദേഹമായിരുന്നു. അപ്പൊ കോഴിക്കോട് ജില്ലയിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റിന്റെ സ്ഥാപക ചെയർമാനും ഇദ്ദേഹമായിരുന്നു. KPEP നമ്പ്യാരാണ്. അപ്പൊ കപിൽ ദേവിന്റെ ടീം ഇന്ത്യക്ക് വേണ്ടി 1983 ക്രിക്കറ്റ് ലോകകപ്പ് നേടിയ വൺ ഡേ ടീമിൽ കണ്ണൂർക്കാരനായ സുനിൽ വിൽസനും ഉണ്ടായിരുന്നു. എന്നാൽ ഇദ്ദേഹം കളിക്കളത്തിലേക്ക് ഇറങ്ങുകയുണ്ടായിരുന്നില്ല. ചെണ്ട തായമ്പക വിദ്വാനായ മട്ടന്നൂർ ശങ്കരൻകുട്ടി. ഇപ്പൊ ഏതിന്റെ ചെയർമാനാണ് മട്ടന്നൂർ ശങ്കരൻകുട്ടി കേരള സംഗീത നാടക അക്കാദമിയുടെ ചെയർമാനാണ്. അദ്ദേഹം കണ്ണൂർ സ്വദേശിയാണ്. അപ്പം ചെണ്ട അദ്ദേഹം അതുപോലെ തന്നെ തായമ്പക എന്നീ വാദ്യങ്ങളില് വിദ്വാനായ നമ്മുടെ മട്ടന്നൂർ ശങ്കരൻകുട്ടി അദ്ദേഹം കണ്ണൂർ സ്വദേശിയാണ്. അതുപോലെ തന്നെ പ്രശസ്ത പരിസ്ഥിതി പ്രവർത്തകൻ കല്ലേൽ മുക്കുടൻ ജനിച്ചതും നമ്മുടെ കണ്ണൂർ ജില്ലയിലെ തന്നെ ഏഴോം പഞ്ചായത്തിലാണ് നമ്മുടെ പ്രശസ്ത പരിസ്ഥിതി പ്രവർത്തകൻ കല്ലേൽ പൊക്കുടൻ ജനിച്ചത്. ഇദ്ദേഹത്തിന്റെ ആത്മകഥയുടെ പേരാണ് കണ്ടൽക്കാടുകൾക്കിടയിൽ എന്റെ ജീവിതം. അതുപോലെ തന്നെ നമ്മുടെ മൂഷക വംശം സ്ഥാപിച്ചതാരാണ്? മൂഷകവംശം എന്ന കൃതി രചിച്ചതാരാണ്? രചിച്ചത് ആരാണ്? അത് അതുലനാണ്. അതുലന്റെ പുരസ്കർത്താവാണ് നമ്മുടെ ശ്രീകണ്ഠൻ എന്ന് പറയുന്നത്. മൂഷകവംശം രചിച്ച അതുലന്റെ പുരസ്കർത്താവാണ് നമ്മുടെ രാജാവായ ശ്രീകണ്ഠൻ എന്ന് പറയുന്നത്. മൂഷകവംശം രചിച്ച അതുലന്റെ പുരസ്കർത്താവായിരുന്ന രാജാവാണ് നമ്മുടെ ശ്രീകണ്ഠൻ എന്ന് പറയുന്നത്. സുൽത്താൻ തോട് സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണെന്ന് ചോദിച്ചാൽ അത് കണ്ണൂർ ജില്ലയിലാണ്. അതുപോലെ തന്നെ പ്രശസ്തമായ നമ്മുടെ പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രം വളപട്ടണം പുഴയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഏതാണ് പ്രശസ്തമായ പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്? നമ്മുടെ വളപട്ടണം പുഴയുടെ തീരത്താണ്. ഇവിടുത്തെ നിവേദ്യം എന്താന്ന് ചോദിച്ചാൽ മത്സ്യം, മാംസം, കള്ള് എന്നിവയാണ്. അപ്പൊ ഇവിടുത്തെ നിവേദ്യം എന്താണ്? മത്സ്യം, മാംസം, അതുപോലെ തന്നെ കള്ള് എന്നിവയാണ്.
ഇവിടെ പ്രത്യേക പരിഗണനയുള്ള മൃഗം ഏതാന്ന് ചോദിച്ചാൽ അത് ഏതാടാ? ഇവിടെ നമ്മുടെ പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രത്തില് പരിഗണനയുള്ള മൃഗം ഏതാണ്? അത് നായയാണ്, നായയാണ്. ഇനി കൊട്ടിയൂർ ക്ഷേത്രം ഏത് നദിയുടെ തീരത്താണ്? കൊട്ടിയൂർ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയുടെ തീരത്താണ്? അപ്പം നമ്മുടെ കൊട്ടിയൂർ ക്ഷേത്രം ഏത് നദിയുടെ തീരത്താണ്? അത് വളപട്ടണം പുഴയുടെ തീരത്താണ്. അപ്പം ഇവിടുത്തെ പ്രധാന ഉത്സവം ഏതാന്ന് ചോദിച്ചാൽ, കൊട്ടിയൂർ ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവം ഏതാന്ന് ചോദിച്ചാൽ അത് വൈശാഖ മഹോത്സവമാണ്. വൈശാഖ മഹോത്സവമാണ്. വൈശാഖ മഹോത്സവമാണ്. അപ്പൊ കൊട്ടിയൂർ ക്ഷേത്രം ഏത് നദിയുടെ തീരത്താണെന്ന് ചോദിച്ചാൽ അത് വളപട്ടണം പുഴയുടെ തീരത്താണ്. ഇവിടുത്തെ പ്രധാന ഉത്സവം ഏതാന്ന് ചോദിച്ചാൽ വൈശാഖ മഹോത്സവമാണ്. കണ്ണൂർ ജില്ലയിലെ ഏത് താലൂക്കിലാണ് പഴശ്ശി സമരങ്ങളുടെ കേന്ദ്രമായ പുരളിമല? അപ്പൊ കണ്ണൂർ ജില്ലയിലെ ഏത് താലൂക്കിലാണ് പഴശ്ശി സമരങ്ങളുടെ വേദിയായ പുരളിമല? എവിടെയാണ്? അത് തലശ്ശേരി താലൂക്കിലാണ്. തലശ്ശേരി താലൂക്കിലാണ്. അപ്പൊ കണ്ണൂർ ജില്ലയിലെ ഏത് താലൂക്കിലാണ് പഴശ്ശി സമരങ്ങളുടെ വേദിയായ പുരളിമല എന്ന് ചോദിച്ചാൽ അത് തലശ്ശേരിയാണ്. അളകാപുരി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ ജില്ലയിലാണ്. അപ്പൊ അളകാപുരി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ ജില്ലയിലാണ്. ഫ്രഞ്ചുകാർ മയ്യഴി കടത്തനാട്ട് രാജാവിൽ നിന്ന് വാങ്ങിയ വർഷമാണ് 1721. അപ്പൊ ഫ്രഞ്ചുകാര് മയ്യഴി കടത്തനാട്ട് രാജാവിൽ നിന്ന് വാങ്ങിയ വർഷമാണ് 1721. നമ്മുടെ ആറ്റിങ്ങൽ കലാപം നടന്ന വർഷവും 1721 ഏപ്രിൽ 15ആണ്. 1721 ഏപ്രിൽ 15നാണ് ആറ്റിങ്ങൽ കലാപം നടക്കുന്നത്. അതുപോലെ തന്നെ ഫ്രഞ്ചുകാർ മയ്യഴി കടത്തനാട്ട് രാജാവിൽ നിന്ന് വാങ്ങിയ വർഷവും 1721. അതുപോലെ തന്നെ 1852 മലബാറിലെ ആദ്യത്തെ സ്കൂൾ ഇൻസ്പെക്ടറായി മദ്രാസ് സർക്കാർ നിയമിച്ചത് ആരെയാണ്? 1852 മലബാറിലെ ആദ്യത്തെ സ്കൂൾ ഇൻസ്പെക്ടറായിട്ട് മദ്രാസ് സർക്കാർ നിയമിച്ചത് ഹെർമൻ ഗുണ്ടർട്ടിനെയാണ്. 1852 മദ്രാസിലെ ആദ്യത്തെ സ്കൂൾ ഇൻസ്പെക്ടറായി മദ്രാസ് സർക്കാർ നിയമിച്ച വ്യക്തിയാണ് ഹെർമൻ ഗുണ്ടർട്ട്. അപ്പം 1936 നമ്മുടെ AKG ഒരു ജാഥ നയിച്ചിരുന്നു. ആ ജാഥയുടെ പേരെന്താടാ? പട്ടിണി ജാഥയാണ്. അപ്പൊ 1936 പട്ടിണി ജാഥ നയിച്ചത് AK ഗോപാലനാണ്. ഇത് എവിടെ നിന്ന് എങ്ങോട്ടായിരുന്നു എന്ന് ചോദിച്ചാൽ അത് നമ്മുടെ കണ്ണൂരിൽ നിന്ന് മദ്രാസിലോട്ടായിരുന്നു. കണ്ണൂരിൽ നിന്ന് മദ്രാസിലേക്കായിരുന്നു. ഇതിനകത്ത് എത്ര പേര് പങ്കെടുത്തായിരുന്നു? ഈ പട്ടിണി ജാഥയിൽ പങ്കെടുത്തവരുടെ എണ്ണം എത്രയായിരുന്നു? അത് 32 പേരാണ്. 32 പേരാണ്. 1939 കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരള ഘടകം രൂപപ്പെട്ടത് എവിടെയായിരുന്നു? 1939 അതുപോലെ നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരള ഘടകം രൂപപ്പെട്ടത് നമ്മുടെ പിണറായിയിലെ പാറപ്പുറത്താണ്. അതുപോലെ തന്നെ 1946 ഡിസംബർ 20 ജന്മിമാർക്കെതിരെ കർഷകർ നടത്തിയ സമരം ഏതാണ്? 1946 ഡിസംബർ 20 ജന്മിമാർക്കെതിരെ കർഷകർ നടത്തിയ സമരമാണ് കരിവെള്ളൂർ സമരം. ഈ കരിവെള്ളൂർ സമരത്തിന്റെ ജില്ല ഏതാന്ന് ചോദിച്ചാൽ അതും കണ്ണൂർ ജില്ലയാണ്. ഫ്രഞ്ചുകാർ മയ്യഴി കടത്തനാട്ട് രാജാവിൽ നിന്ന് വാങ്ങിയ വർഷം ഏതാടാ? അത് 1721. 1852 മലബാറിലെ ആദ്യത്തെ സ്കൂൾ ഇൻസ്പെക്ടറായി മദ്രാസ് സർക്കാർ നിയമിച്ചത് ആരെയായിരുന്നു? അത് ഹെർമൻ ഗുണ്ടർട്ടിനെയാണ്. ഇനി 1936 AKG എങ്ങോട്ടാണ് ജാഥ നയിച്ചത്? പട്ടിണി ജാഥയാണ്. എങ്ങോട്ടാണ് നയിച്ചത്? കണ്ണൂരിൽ നിന്ന് മദ്രാസിലേക്ക്. ഇതിൽ പങ്കെടുത്തവരുടെ എണ്ണം എത്രയാണ്? അത് 32 പേരാണ്. അതുപോലെ തന്നെ 1939 കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരള ഘടകം രൂപം കൊണ്ടത് എവിടെയാണ്? അത് ശരിക്കും ഈ വളപട്ടണം പുഴയുടെ പോഷക നദിയാണ് ബാവലിപ്പുഴ. അപ്പം കൊട്ടിയൂർ റിസർവ് വനത്തിന്റെ സമീപത്തായി ഒഴുകുന്ന നദി എന്ന് പറഞ്ഞാലാണ് നമ്മൾ ബാവലിപ്പുഴ എഴുതേണ്ടത്. അപ്പൊ കൊട്ടിയൂർ വന്യജീവി സങ്കേതം എന്ന് ചോദിച്ചാൽ നമ്മള് വളപട്ടണം എഴുതിയത് അതിന്റെ ഓപ്ഷൻ അനുസരിച്ച് എഴുതി മതിയടാ. അപ്പൊ നമ്മുടെ 1939 കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരള ഘടകം രൂപം കൊണ്ടത് പിണറായിയിലാണ്. അതുപോലെ തന്നെ നമ്മുടെ 1946 ഡിസംബർ 20 ജന്മിമാർക്കെതിരെ കർഷകർ നടത്തിയ സമരമാണ് കരിവെള്ളൂർ സമരം. ഈ കരിവെള്ളൂർ സമരം അരങ്ങേറിയ ജില്ലയാണ് നമ്മുടെ കണ്ണൂർ ജില്ല.
അപ്പൊ നമ്മുടെ കേരള ഫോക്ക് ലോർ അക്കാദമി നിലവിൽ വന്ന വർഷം ഏതാണ്? കേരള ഫോക്ക് ലോർ അക്കാദമി നിലവിൽ വന്ന വർഷം കേരള ഫോക്ക് ലോർ അക്കാദമി നിലവിൽ വന്ന വർഷം ഏതാണ്? 1995 കേരള ഫോക്ക് ലോർ അക്കാദമി നിലവിൽ വരുന്നത്. അപ്പം കേരള ഫോക്ക് ലോർ അക്കാദമിയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ ജില്ലയിലെ ചിറക്കലാണ്. കണ്ണൂർ ജില്ലയിലെ ചിറക്കലാണ്. കേരളത്തിലെ കുരുമുളക് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കേരളത്തിലെ കുരുമുളക് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കേരളത്തിലെ കുരുമുളക് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് പന്നിയൂരാണ്. പന്നൂരാണ്. മലബാർ ക്യാൻസർ സെന്റർ ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? അത് കണ്ണൂർ ജില്ലയിലാണ്. ഈ നമ്മുടെ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ ആസ്ഥാനം ഏത് സ്ഥലത്താണ്? നമ്മുടെ കണ്ണൂർ ജില്ലയിലെ എവിടെയാണ്? തവക്കരയിലാണ് നമ്മുടെ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത്. ഇനി സെൻട്രൽ സ്റ്റേറ്റ് ഫാം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ആറളത്താണ്. ആറളത്താണ്. അപ്പൊ നമ്മുടെ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് തവക്കരയിലാണ്. അതുപോലെ തന്നെ സെൻട്രൽ സ്റ്റേറ്റ് ഫാം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അത് എവിടെയാണ്? ആറളത്താണ്. ആറളത്താണ്. അതുപോലെ തന്നെ ക്ഷേത്രകലാ അക്കാദമി സ്ഥിതി ചെയ്യുന്നത് മാടായിക്കാവിലാണ്. അപ്പൊ നമ്മുടെ ക്ഷേത്രകലാ അക്കാദമി സ്ഥിതി ചെയ്യുന്നത് മാടായിക്കാവിലാണ്. കേരളത്തിലെ ആദ്യത്തെ അമ്യൂസ്മെന്റ് പാർക്കായ വിസ്മയ തീം പാർക്ക് സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ ജില്ലയിലാണ്. മുൻ കേരള മുഖ്യമന്ത്രി E.K. നായനാരുടെ പേരിലുള്ള അക്കാദമി സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ ഭരണാശ്ശേരിയിലാണ്. നമ്മുടെ മുൻ മുഖ്യമന്ത്രിയായ E.K. നായനാരുടെ പേരിലുള്ള അക്കാദമി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ കണ്ണൂർ ജില്ലയിലെ ഭരണാശ്ശേരിയിലാണ്. മുണ്ടേരിക്കടവ് പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? മുണ്ടേരിക്കടവ് പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? അപ്പം മുണ്ടേരിക്കടവ് പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ ജില്ലയിലാണ്. അപ്പം മൊയ്തു പാലം നമ്മൾ പറഞ്ഞില്ലായിരുന്നോ? കണ്ണൂർ ഏതിന്റെ തലശ്ശേരി ദേശീയപാതയിലാണ് നമ്മുടെ മൊയ്തു പാലം സ്ഥിതി ചെയ്യുന്നത്. നമ്മുടെ സമ്പൂർണ്ണ സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ അമ്യൂസ്മെന്റ് പാർക്കാണ് വിസ്മയ കണ്ണൂര്. അപ്പം എന്താണ്? നമ്മുടെ സമ്പൂർണ്ണ സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ അമ്യൂസ്മെന്റ് പാർക്കാണ് വിസ്മയ. അതുപോലെ തന്നെ മൊയ്തു പാലം സ്ഥിതി ചെയ്യുന്നത് ഏത് നദിക്ക് കുറുകയാണെന്ന് ചോദിച്ചാൽ അത് അഞ്ചരക്കണ്ടി പുഴയ്ക്ക് കുറുകയാണ്. അപ്പൊ മൊയ്തു പാലം ഏത് നദിക്ക് കുറുകയാണെന്ന് ചോദിച്ചാൽ അത് അഞ്ചരക്കണ്ടി പുഴയ്ക്ക് കുറുകയാണ്. ഓക്കെ ആണ് അച്ഛൻ പറഞ്ഞത്? ഓക്കെ ആണ്. ഇനിന്ന് പറഞ്ഞാല് വടക്കേ മലബാറിലെ അനുഷ്ഠാന കലാരൂപം ഏതാന്ന് ചോദിച്ചാല് അത് തെയ്യമാണ്. അപ്പം വടക്കേ മലബാറിലെ അനുഷ്ഠാന കലാരൂപം ഏതാണ്? അത് തെയ്യമാണ്. എന്നാൽ തെക്കൻ മലബാറിലേത് ഏതാന്ന് ചോദിച്ചാൽ അത് തിറയാണ്. തെക്കൻ മലബാറിലെ അനുഷ്ഠാന കലാരൂപം ഏതാന്ന് ചോദിച്ചാൽ അത് തിറയാണ്. അപ്പൊ കണ്ണൂർ കോട്ട പണി കഴിപ്പിച്ചത് ആരാണ്? കണ്ണൂർ കോട്ട പണി കഴിപ്പിച്ചത് സെന്റ് ആഞ്ചലോസ് കോട്ട പണി കഴിപ്പിച്ചതാണ്. സെന്റ് ആഞ്ചലോസ് കോട്ട പണി കഴിപ്പിച്ചത് നമ്മുടെ പോർച്ചുഗീസുകാരാണ്. എന്നാൽ തലശ്ശേരി കോട്ട പണി കഴിപ്പിച്ചത് നമ്മുടെ ബ്രിട്ടീഷുകാരാണ്. അപ്പം നമ്മുടെ കണ്ണൂർ കോട്ട നിർമ്മിച്ചത് ഏത് നൂറ്റാണ്ടിലാണ്? അതെ, ഫ്രാൻസിസ്കോ ഡി അൽമേഡയാണ്. ഏത് നൂറ്റാണ്ടിലാണ്? അത് 16-ാം നൂറ്റാണ്ടിലും. എന്നാൽ തലശ്ശേരി കോട്ട നിർമ്മിക്കുന്നത് ഏത് നൂറ്റാണ്ടിലാണ്? തലശ്ശേരി കോട്ട നിർമ്മിക്കുന്നത് ഏത് നൂറ്റാണ്ടിലാണ്? കണ്ണൂർ കോട്ടയാണെങ്കിൽ 16-ാം നൂറ്റാണ്ടിലും തലശ്ശേരി കോട്ടയാണെങ്കിൽ 18-ാം നൂറ്റാണ്ടിലുമാണ്. ഇനി പഴശ്ശി അണക്കെട്ട് ഏത് ജില്ലയിലാണ്? പഴശ്ശി അണക്കെട്ട് ഏത് ജില്ലയിലാണ്? അത് കണ്ണൂർ ജില്ലയിലാണ്. അതുപോലെ തന്നെ പഴശ്ശി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? അത് വയനാട് ജില്ലയിലുമാണ്. പഴശ്ശിരാജ ആർക്കിയോളജിക്കൽ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അത് കോഴിക്കോടാണ്. കോഴിക്കോട് ഈസ്റ്റ് ഹില്ലിലാണ് പഴശ്ശിരാജ ആർക്കിയോളജിക്കൽ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. അപ്പം കോഴിക്കോട് ഈസ്റ്റ് ഹില്ലിലാണ് നമ്മുടെ പഴശ്ശിരാജ ആർക്കിയോളജിക്കൽ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. ഇനി പഴശ്ശിരാജ കോളേജ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അതറിയാമോടാ? വയനാട് ജില്ലയിലെ പുൽപ്പള്ളിയിലാണ് നമ്മുടെ പഴശ്ശിരാജ കോളേജ് സ്ഥിതി ചെയ്യുന്നത്. മലയാളത്തിലെ ആദ്യത്തെ പത്രമായ ഏതാടാ? അത് രാജസമാചാരമാണ്. അത് നമ്മുടെ കണ്ണൂർ ജില്ലയിൽ നിന്നാണ്
പ്രസിദ്ധീകരിച്ചത്. തലശ്ശേരിയിൽ നിന്നാണ് പ്രസിദ്ധീകരിച്ചത്. അതുപോലെ തന്നെ ഏറ്റവും പഴക്കമുള്ള പത്രം ഏതാണ്? ഏറ്റവും പഴക്കമുള്ള പത്രം ഏതാണ്? അത് ദീപികയാണ്. അത് ഏത് വർഷമാണ്? 1887 കരിവെള്ളൂർ സമര നായിക എന്നറിയപ്പെടുന്നത് ആരെയാണ്? കരിവെള്ളൂർ സമര നായിക എന്നറിയപ്പെടുന്നത് കെ ദേവയാനിയാണ്. തോൽവിറക് സമര നായിക എന്നറിയപ്പെടുന്നത് ആരായിരുന്നടാ? തോൽവിറക് സമര നായിക എന്നറിയപ്പെടുന്നത് ആരായിരുന്നു? അത് നമ്മുടെ കാർത്തിയായനി അമ്മയാണ്. ഇനി എൻഡോസൾഫാൻ സമര നായിക എന്നറിയപ്പെടുന്നത് ആരാടാ? അത് ലീലാകുമാരി അമ്മയാണ്. ലീലാകുമാരി അമ്മയാണ്. അപ്പം നമ്മുടെ അറക്കൽ രാജവംശം കേരളത്തിലെ ഏക മുസ്ലിം രാജവംശമാണ് അറക്കൽ രാജവംശം. അറക്കൽ രാജവംശത്തിലെ ഭരണാധികാരി പുരുഷനാണെങ്കിൽ ആലി രാജ എന്നും അതുപോലെ തന്നെ സ്ത്രീയാണെങ്കിൽ അറക്കൽ ബീവി എന്നും അറിയപ്പെടുന്നു. അപ്പൊ കേരളത്തിലെ ഏക മുസ്ലിം രാജവംശമാണ് അറക്കൽ രാജവംശം. അറക്കൽ രാജവംശത്തിലെ ഭരണാധികാരി പുരുഷനാണെങ്കിൽ ആലി രാജ എന്നും അതുപോലെ തന്നെ സ്ത്രീയാണെങ്കിൽ അറക്കൽ ബീവി എന്നും അറിയപ്പെടുന്നു. അതുപോലെ തന്നെ അഴീക്കൽ തുറമുഖം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ അത് കണ്ണൂർ ജില്ലയിലാണ്. കണ്ണൂർ ജില്ലയിലാണ്. അപ്പൊ ചെറിയ അഴീക്കൽ നമ്മുടെ തുറമുഖം കൊല്ലം ജില്ലയിലും വലിയ അഴീക്കൽ എന്ന് പറയുന്നത് ആലപ്പുഴ ജില്ലയിലുമാണ്. അപ്പം അഴീക്കൽ തുറമുഖം കണ്ണൂർ ജില്ല, ചെറിയ അഴീക്കൽ ആണെങ്കിൽ അത് കൊല്ലം, വലിയ അഴീക്കൽ ആണെങ്കിൽ ആലപ്പുഴ. 3 അഴീക്കലുകളും ഓക്കെ ആണോടാ? വെറും അഴീക്കൽ എന്ന് ചോദിച്ചാല് കണ്ണൂർ ജില്ല, ചെറിയ അഴീക്കൽ ആണെങ്കിൽ കൊല്ലം, അതുപോലെ തന്നെ വലിയ അഴീക്കൽ ആണെങ്കിൽ ആലപ്പുഴ. അപ്പൊ കേരളത്തിലെ ഏക കണ്ടോൺമെന്റ് ഏതാണ്? കേരളത്തിലെ ഏക കണ്ടോൺമെന്റ് ഏതാണ്? അത് നമ്മുടെ കണ്ണൂരാണ്. കണ്ണൂരിലെ ഭരണാശ്ശേരി തന്നെയാണ് കേരളത്തിലെ ഏക കണ്ടോൺമെന്റ്. അപ്പൊ കേരള മുനിസിപ്പാലിറ്റീസ് ഓർ പഞ്ചായത്ത് ആക്ട് പ്രകാരമോ ഉള്ള അധികാര വികേന്ദ്രീകരണമോ ജനകീയ ആസൂത്രണമോ ഇവിടെ നടപ്പിലാക്കിയിട്ടില്ല. അതിനാൽ തന്നെ ഇവ കണ്ടോൺമെന്റ് ഒരു മിലിറ്ററി ഇതുപോലെ നിലകൊള്ളുന്നു. അപ്പൊ കേരള മുനിസിപ്പാലിറ്റീസ് ഓർ പഞ്ചായത്ത് രാജ് ആക്ട് പ്രകാരമുള്ള അധികാര വികേന്ദ്രീകരണം, ഇവിടെ അധികാരം ഒന്നും വിഭജിച്ച് കൊടുത്തിട്ടില്ല. ജനകീയ ആസൂത്രണമോ ഇവിടെ നടപ്പിലാക്കിയിട്ടില്ല. അതുകൊണ്ടാണ് ഒരു മിലിറ്ററി പോലെ അതുപോലെ നിലനിൽക്കുന്നത് ഏക കണ്ടോൺമെന്റ് ആയിട്ട്. അപ്പൊ കേരളത്തിലെ ഏക കണ്ടോൺമെന്റ് ആണ് കണ്ണൂരിലെ ഭരണാശ്ശേരി. കേരള ചരിത്രത്തിലെ തന്നെ ഏക മുസ്ലിം രാജവംശം എന്നറിയപ്പെടുന്നത് ഏതാടാ? ഞാൻ ഇപ്പൊ പറഞ്ഞിരുന്നല്ലോ, അത് അറക്കൽ രാജവംശമാണ്. അറക്കൽ രാജവംശമാണ്. അപ്പൊ നമ്മുടെ കേരളത്തിലെ ഏക ട്രൈബ്, ഇനി നമുക്ക് എല്ലാം ഒന്ന് റിവിഷൻ പോലെ വരുവാണേ. മൂഷക വംശത്തിലെ ആസ്ഥാനമായിരുന്നത് ഏതാണ്? മൂഷക വംശത്തിലെ ആസ്ഥാനമായിരുന്നത് ഏതാണ്? മൂഷക വംശത്തിലെ ആസ്ഥാനമായിരുന്നത് ഏതാണ്? അത് ഏഴിമലയാണ്. ഏഴിമലയാണ്. കേരളത്തിലെ ഏക ഡ്രൈവിംഗ് ബീച്ച് ഏതാണ്? കേരളത്തിലെ ഏക ഡ്രൈവിംഗ് ബീച്ച് ഏതാണ്? അത് മുഴുപ്പിലങ്ങാടാണ്. മുഴുപ്പിലങ്ങാടാണ്. പന്നിയൂർ എന്ന പേര് ഏത് കാർഷിക വിളയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പന്നിയൂർ എന്ന പേര് അത് കുരുമുളകാണ്. പന്നിയൂർ എന്ന പേര് നമ്മുടെ കുരുമുളകുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കൊത്രേൻ പാട്ട് എന്ന അനുഷ്ഠാന കലാരൂപം നിലവിലുള്ള ജില്ലയാണ് കണ്ണൂർ. കൊത്രേൻ പാട്ട് എന്ന അനുഷ്ഠാന കലാരൂപം നിലവിലുള്ള ജില്ലയാണ് നമ്മുടെ കണ്ണൂർ ജില്ല. കണ്ണൂർ ജില്ലയിൽ മാത്രമുള്ള കലാരൂപം ആണ് കോതമൂരിയാട്ടം. അപ്പൊ കണ്ണൂർ ജില്ലയിൽ മാത്രമുള്ള കലാരൂപമാണ് കോതമൂരിയാട്ടം. കോതമൂരിയാട്ടം. കണ്ണൂർ ജില്ലയിലെ മനോഹരമായ ഒരു കടൽ തീരമാണ് മീൻകുന്ന് കടപ്പുറം. മീൻകുന്ന് കടൽപ്പുറം എവിടെയാന്ന് ചോദിച്ചാൽ അത് കണ്ണൂർ ജില്ലയിലാണ്. പയ്യാമ്പലത്താണ് നമ്മുടെ സുകുമാർ അഴീക്കോടിന്റെ അന്ത്യവിശ്രമ സ്ഥലം. അപ്പൊ നമ്മുടെ പയ്യാമ്പലത്താണ് സുകുമാർ അഴീക്കോടിന്റെ അന്ത്യവിശ്രമ സ്ഥലം. അപ്പൊ നമ്മുടെ എന്നാണ് കണ്ണൂരിൽ നമ്മുടെ കൊട്ടിയൂർ വന്യജീവി സങ്കേതം നിലവിൽ വന്നത്? കൊട്ടിയൂർ വന്യജീവി സങ്കേതം നിലവിൽ വന്നത് എവിടെയാണ്? കൊട്ടിയൂർ വന്യജീവി സങ്കേതം നിലവിൽ വന്നത് കണ്ണൂർ ജില്ലയിലാണ്. ഏത് വർഷമാണ്? 2011. അപ്പൊ കോലത്ത് നാട്ടിലെ വടക്കേ അറ്റത്തെ സ്ഥലമായിരുന്നു തലശ്ശേരി. അപ്പൊ കോലത്ത് നാട്ടിലെ വടക്കേ അറ്റത്തെ സ്ഥലം ഏതാന്ന് ചോദിച്ചാല് അതേതാടാ? തലശ്ശേരി. മുകളിലത്തെ അറ്റം എന്നർത്ഥമുള്ള തലക്കത്തെ ചേരി എന്നായിരുന്നു തലശ്ശേരി അന്ന് അറിയപ്പെട്ടിരുന്നത്. തലക്കത്തെ ചേരി എന്നു ലോപിച്ചിട്ട് തലശ്ശേരിയായിട്ട് മാറി. അത് ഓക്കെ ആണോടാ? അപ്പൊ നമ്മുടെ കണ്ണൂർ ജില്ല ആസ്ഥാനത്ത് നിന്ന് 29 കിലോമീറ്റർ അകലെ ന്യൂ മാഹിയിലാണ് മലയാള കലാഗ്രാമം സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ എങ്ങനെയാണ്? കണ്ണൂർ ജില്ലാ ആസ്ഥാനത്ത് നിന്ന് 29 കിലോമീറ്റർ അകലെ ന്യൂ മാഹിയിലാണ് മലയാള കലാഗ്രാമം സ്ഥിതി ചെയ്യുന്നത്.
ഈ ചെന്നൈയിലെ വ്യവസായിയും അതുപോലെ തന്നെ ന്യൂമാഹിക്കടുത്തുള്ള ചൊക്ലി സ്വദേശിയുമായ ആരായിരുന്നു? അദ്ദേഹത്തിന്റെ പേര് AP കുഞ്ഞിക്കണ്ണനാണ്. നമ്മുടെ മലയാള കലാഗ്രാമത്തിന്റെ സ്ഥാപകൻ. അപ്പൊ മലയാള കലാഗ്രാമത്തിന്റെ സ്ഥാപകൻ ആരാണ്? നമ്മുടെ ന്യൂമാഹിക്കടുത്തുള്ള ചൊക്ലി സ്വദേശിയായ AP കുഞ്ഞിക്കണ്ണനാണ്. അപ്പം നമ്മുടെ പെരളശ്ശേരി ആരുടെ ജന്മസ്ഥലമാണ്? പെരളശ്ശേരി എന്നറിയപ്പെടുന്നത് നമ്മുടെ AK ഗോപാലന്റെ ജന്മസ്ഥലമാണ് പെരളശ്ശേരി എന്നറിയപ്പെടുന്നത്. അപ്പൊ പെരളശ്ശേരി തൂക്കുപാലം നിർമ്മിച്ചിരിക്കുന്നത് ഏത് നദിക്ക് കുറുകെയാണ്? പെരളശ്ശേരി തൂക്കുപാലം നിർമ്മിച്ചിരിക്കുന്നത് ഏത് നദിക്ക് കുറുകെയാണ്? ആയില്യത്ത് കുറ്റാലത്ത് ഗോപാലൻ എന്നാണ് നമ്മുടെ AKGയുടെ ഫുൾ ഫോം. അപ്പൊ നമ്മുടെ പെരളശ്ശേരി തൂക്കുപാലം നിർമ്മിച്ചിരിക്കുന്നത് അഞ്ചരക്കണ്ടി പുഴയ്ക്ക് കുറുകെയാണ്. കണ്ണൂർ ജില്ലയിൽ മാപ്പിള ബേ തുറമുഖത്തിന്റെ നിർമ്മാണത്തിന് സഹായിച്ചത് ആരാണ്? നമ്മുടെ കണ്ണൂർ ജില്ലയിൽ മാപ്പിള ബേ തുറമുഖത്തിന്റെ നിർമ്മാണത്തിന് സഹകരിച്ച രാജ്യമാണ് നോർവേ എന്നറിയപ്പെടുന്നത്. നോർവേ. അപ്പൊ നമ്മുടെ ഒരു കാലത്ത് പ്രധാന വാണിജ്യ തുറമുഖമായിരുന്നു മാപ്പിള ബേ. അറക്കൽ രാജ്യം ഇതിനു സമീപത്തായിരുന്നു. അപ്പൊ അറക്കൽ രാജ്യം സ്ഥിതി ചെയ്യുന്നത് ഇതിന് സമീപത്തായിട്ടായിരുന്നു. അപ്പൊ പ്രശസ്ത ശില്പി കാനായി കുഞ്ഞിരാമൻ നിർമ്മിച്ച അമ്മയും കുഞ്ഞും ശില്പം ഏത് കടപ്പുറത്താണ് സ്ഥിതി ചെയ്യുന്നത്? പ്രശസ്ത ശില്പി കാനായി കുഞ്ഞിരാമൻ നിർമ്മിച്ച അമ്മയും കുഞ്ഞും ശില്പം നമ്മുടെ പയ്യാമ്പലം കടപ്പുറത്താണ് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മുടെ കോലത്തിരിയുടെ കുടുംബക്ഷേത്രം അറിയപ്പെട്ടിരുന്ന പേരെന്താണ്? കോലത്തിരിയുടെ കുടുംബക്ഷേത്രമാണ് തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രം. അപ്പൊ തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രമാണ് കോലത്തിരിയുടെ കുടുംബക്ഷേത്രം എന്നറിയപ്പെട്ടിരുന്നത്. അപ്പം നമ്മുടെ കോലത്തിരിയുടെ കുടുംബക്ഷേത്രമാണ് തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രം. ഇത് ആർക്കാണ് സമർപ്പിച്ചിരിക്കുന്നത്? അത് ശിവന് ആണ് സമർപ്പിച്ചിരിക്കുന്നത്. ഈ ക്ഷേത്രത്തിൽ കൊടിമരമില്ല എന്ന സവിശേഷതയും ഉണ്ട്. അപ്പൊ ഗാന്ധിജി 1934 കേരളം സന്ദർശിച്ചോ? ഗാന്ധിജി 1934 കേരളം സന്ദർശിച്ചിട്ടുണ്ടോ? സന്ദർശിച്ചിട്ടുണ്ട്. അപ്പം പയ്യന്നൂരിൽ സ്വാമി ആനന്ദ തീർത്ഥന്റെ വിദ്യാലയം സന്ദർശിച്ചിരുന്നു. അപ്പൊ നമ്മുടെ 1934 പയ്യന്നൂരിൽ സ്വാമി ആനന്ദ തീർത്ഥന്റെ വിദ്യാലയം സന്ദർശിച്ചപ്പോൾ ഒരു മാവ് അവിടെ നട്ടിരുന്നു. ആ മാവിന്റെ പേര് ഗാന്ധി മാവ് എന്നാണ്. ഗാന്ധി മാവ് എന്നറിയും. അത് നമ്മുടെ 1934 ഗാന്ധി മാവ് നട്ടത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ കണ്ണൂരിൽ തന്നെയാണ്. ആറളം വന്യജീവി സങ്കേതത്തിന് സമീപത്ത് കൂടി ഒഴുകുന്ന നദി ഏതാന്ന് ചോദിച്ചാൽ അത് ചീങ്കണ്ണി പുഴയാണ്. അപ്പം നമുക്ക് ക്ലാസ് നിർത്തിയാലോടാ. അത്യാവശ്യമുള്ള പോയിന്റ് എല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് സ്റ്റോപ്പ് ചെയ്തേക്കാം. താങ്ക് യു ഓൾ.